പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു സെഷൻ എന്ന് പറയാം അല്ലേ? അതെ, കുറെ ബില്ലുകൾ വരുന്നുണ്ട്. വഖഫ് ബില്ലിന്റെ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ബില്ലുണ്ട്. ഒപ്പം തന്നെ ആവനാഴിയിൽ ഒട്ടേറെ ആയുധങ്ങളുമായിട്ടാണ് പ്രതിപക്ഷം എത്തുന്നത്. ഒന്ന് അദാനി, ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ചകചകാന്നെടുത്ത് വീശാൻ വേണ്ടി. രണ്ട് മണിപ്പൂരിലെ നിലവിലെ അവസ്ഥ നമുക്ക് അറിയാവുന്നതാണ്. കുറെ ദിവസങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഈ വിഷയങ്ങളൊക്കെ തന്നെ പാർലമെന്റിൽ ഉന്നയിച്ച് വലിയ പ്രതിഷേധം സർക്കാർ കടുപ്പിക്കാനുള്ള നീക്കമാണ് ഇന്ത്യ സഖ്യത്തിന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് ഉണ്ടാവുന്നത്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യ സഖ്യ നേതാക്കൾ ഒന്നൊരു യോഗമൊക്കെ ചേരുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖർഗെ കണ്ട് എങ്ങനെയാണ് ഇനി ഇപ്പോൾ പാർലമെന്റിൽ സ്വീകരിക്കേണ്ട നിലപാടുകൾ, നടപടികൾ, ഇതൊക്കെ ഒരു യോഗത്തിലൂടെ തീരുമാനിക്കുകയായിരിക്കും എന്ന് മനസ്സിലാക്കുന്നു. കൂടുതൽ കാര്യങ്ങൾ അറിയണം. ബൽറാം നെടുങ്ങാടിയുണ്ട്. ബൽറാം, വെരി 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 ഗുഡ് മോർണിംഗ്. എന്തായാലും പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ഇന്ന് ആരംഭിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഒരു സർവകക്ഷി യോഗം ഉണ്ടായിരുന്നു. അതായത് ഈ പ്രതിപക്ഷം ഈ ആയുധങ്ങളൊക്കെ പ്രയോഗിക്കാതിരിക്കാൻ, അവരെ ഒന്ന് സമവായത്തിലേക്ക് കൊണ്ടുവരാനൊക്കെ ഉദ്ദേശിച്ചുള്ള ഒരു യോഗമായിരുന്നു. ഇനി കേരളത്തെ സംബന്ധിച്ച് ഇന്ന് വളരെ പ്രധാനമുള്ള ഒരു ദിവസമാണല്ലോ. കാരണം ഇന്ന് മുണ്ടക്കൈ, ചൂരൽമല ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്കായുള്ള സഹായവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇന്ന് ഉന്നയിക്കാനുള്ള സാധ്യതയുണ്ടല്ലോ. അപ്പൊ ഇന്ന് പാർലമെന്റിൽ എന്ത് നടക്കാനാണ് സാധ്യത? വെരി ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന, പ്രജിൻ. ഇന്ന് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം ആരംഭിക്കുകയാണ്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം 16 ബില്ലുകളാണ് ഈ സമ്മേളന കാലയളവിൽ, 4 ആഴ്ച നീണ്ടു നിൽക്കുന്ന സമ്മേളന കാലയളവിൽ അവതരിപ്പിക്കാനായി നിശ്ചയിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി സർക്കാർ കണക്കാക്കുന്നത് വഖഫ് നിയമ ഭേദഗതി ബില്ലാണ്. അതിപ്പോൾ JPC പരിഗണനയിലാണെങ്കിൽ പോലും ഈ ആഴ്ച, ആദ്യ ആഴ്ച അവസാനത്തിന് മുമ്പായി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സമിതി അധ്യക്ഷന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. ആ ബില്ലിൽ അടക്കമുള്ള കാര്യങ്ങളിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും എതിർപ്പ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കഴിഞ്ഞ ദിവസം നടന്ന സർവകക്ഷി യോഗത്തിൽ സർക്കാർ പ്രതിപക്ഷത്തിന്റെ സഹകരണം തേടിയിരിക്കുന്നു. എന്നാൽ ആ യോഗത്തിൽ തന്നെ തങ്ങൾ ഉന്നയിക്കുന്ന അല്ലെങ്കിൽ തങ്ങളുടെ ആയുധങ്ങൾ ഏതെല്ലാം ആണ് എന്ന് പ്രതിപക്ഷം വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം ഈ ഘട്ടത്തിൽ അദാനിക്കെതിരെ അമേരിക്കയിൽ രജിസ്റ്റർ ചെയ്ത കേസാണ്. 1 വർഷത്തോളമായി വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ സജീവ ചർച്ചയായും പ്രതിഷേധവുമായും നിലനിൽക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അതിൽ JPC അന്വേഷണം അടക്കമുള്ള ആവശ്യങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുമെന്ന് ഉറപ്പാണ്. മറ്റൊന്ന്, മണിപ്പൂരിലെ സംഘർഷം 1.5 വർഷമായി തുടരുന്ന സംഘർഷമാണ്. വിഷയത്തിൽ പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാത്തതടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കും. ഈ 2 വിഷയങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ചർച്ചകൾ ആവശ്യപ്പെട്ടുള്ള അടിയന്തര പ്രമേയം ഇന്ന് അവതരിപ്പിക്കാനാണ് പ്രതിപക്ഷ അംഗങ്ങളുടെ തീരുമാനം എന്നുള്ളത്. ഒപ്പം തന്നെ ഒട്ടനവധി ആയുധങ്ങൾ ഇത്തവണയുണ്ട്. കഴിഞ്ഞ സമ്മേളന കാലയളവിൽ ഉന്നയിച്ച വിലക്കയറ്റം, തൊഴിലില്ലായ്മ, കൂടാതെ തൊഴിൽ നിയമങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇത്തവണയും പ്രതിപക്ഷം ഉന്നയിക്കും എന്ന് ഉറപ്പാണ്. ഇന്ത്യ സഖ്യത്തിന്റെ യോഗം ഇന്ന് 10 മണിക്ക് മല്ലികാർജ്ജുൻ ഖർഗെയുടെ ഓഫീസിൽ ചേരുന്നുണ്ട്. ഒരു ഇടവേളയ്ക്ക് ശേഷമാണ്, അതായത് കഴിഞ്ഞ സമ്മേളന കാലയളവിന് ശേഷം നടന്ന ഹരിയാന, മഹാരാഷ്ട്ര തുടങ്ങിയ തെരഞ്ഞെടുപ്പ് കാലയളവിൽ ഒന്നും തന്നെ ഇന്ത്യ സഖ്യം അതിൻ്റെ ഒരു യാഥാർത്ഥ്യ രൂപത്തിൽ ഇല്ലായിരുന്നു എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുന്നു. എന്നാൽ മഹാരാഷ്ട്രയിലേറ്റ വലിയ ഊർജത്തിന്റെ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ സഭയിൽ എത്തുന്നത്, അതുകൊണ്ട് തന്നെ ഈ ഒരു തിരിച്ചടി ഇന്ത്യ സഖ്യവും വീണ്ടും ശക്തിപ്പെടുത്താനുള്ള ഒരു പുനരാലോചന അല്ലെങ്കിൽ അത്തരത്തിലൊരു കൂടിയാലോചന നടന്നതിന്റെ ഭാഗമായാണ് ഇന്ത്യ സഖ്യം ഇന്ന് സമ്മേളനത്തിന് മുമ്പായി യോഗം ചേരാൻ നിശ്ചയിച്ചിരിക്കുന്നത്. ആ യോഗത്തിലായിരിക്കും ഇന്നത്തെ സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട ഒരു സ്ട്രാറ്റജി പ്രതിപക്ഷം തയ്യാറാക്കുക. കുന്തമുന അദാനി തന്നെയായിരിക്കും എന്ന് തന്നെയാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അത് വ്യക്തമാണ്. ബൽറാം, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ നമ്മുടെ കേരളത്തിലെ സ്ഥിതി നോക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് വയനാട്ടിലെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കൊരു പ്രത്യേക പാക്കേജ് ആവശ്യമുണ്ട്, ഫണ്ട് ആവശ്യമുണ്ട് എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ അത് ശക്തമാക്കുന്നുണ്ട് സർക്കാർ. ഇന്ന് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ഇന്ന് കേന്ദ്രമന്ത്രിയെ കാണുന്നുണ്ട്. ധനമന്ത്രി നിർമ്മലാ സീതാരാമനെ കാണുന്നുണ്ട്. അപ്പോൾ കൂടിക്കാഴ്ചയിൽ എന്ത് സംഭവിക്കുമെന്ന് ചോദിക്കാം. അതെ ബൽറാം, അതിന്റെ വിശദാംശങ്ങൾ എന്താണ്? എപ്പോഴാണ് ഈ കൂടിക്കാഴ്ച പ്ലാൻ ചെയ്തിരിക്കുന്നത്? വിവരങ്ങൾ എന്താണ്? ക്രിസ്റ്റീന, പ്രജിൻ, ഇന്ന് 2 വിധത്തിൽ കേരളത്തിലെ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ സഭയിൽ ഉയരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള MP-മാർ വയനാടിന് കേന്ദ്ര സഹായം ആവശ്യപ്പെട്ടുള്ള ചർച്ച, ഒപ്പം തന്നെ വയനാട് അടക്കമുള്ള ദുരന്തങ്ങൾ സംബന്ധിച്ച് വിശദമായ ചർച്ച എന്നിവ ആവശ്യപ്പെട്ട് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകാൻ നിശ്ചയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ഇന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി കൂടിക്കാഴ്ച നടത്തും.
നടത്തുന്നുണ്ട്. ഉച്ച കഴിഞ്ഞ് 3:30 പാർലമെന്റിൽ വെച്ചാണ് ഈ കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉന്നയിക്കുന്നത് വയനാട് ദുരന്തബാധിതരുടെ പുനരധിവാസം അടക്കമുള്ള വിഷയമാണ്. കൂടാതെ കേരളവുമായി ബന്ധപ്പെട്ടുള്ള മറ്റ് ധനപരമായ മറ്റ് ആവശ്യങ്ങളും ഉന്നയിക്കുമെന്നാണ് KV തോമസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ വയനാട് ദുരന്തത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പ്രത്യേക പ്രതിനിധി KV തോമസ് അയച്ച കത്തിനാണ് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി കൂടുതൽ ധനസഹായം നൽകാൻ കഴിയില്ല എന്നും കേരളത്തിലെ നിലവിലുള്ള സംസ്ഥാന ദുരന്ത നിവാരണ ഫണ്ടിൽ നിന്ന് തന്നെ ആ പണം വിനിയോഗിക്കണമെന്നതടക്കമുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചത്. പിന്നീട് കേന്ദ്രം സ്വീകരിച്ച ഒരു സമീപനം എന്നുള്ളത് സംസ്ഥാനം പൂർണ്ണമായ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള റിപ്പോർട്ട് കൈമാറിയിട്ടില്ല എന്നുള്ളതായിരുന്നു. എന്നാൽ KV തോമസ് വ്യക്തമാക്കുന്നത് ഈ പുനരധിവാസ പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കൃത്യമായ കണക്കുകൾ റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. 2000 കോടിയുടെ പാക്കേജാണ് കേരളം മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം. ഒപ്പം തന്നെ കേരളത്തിന്റെ കടമെടുപ്പ് പരിധി വർദ്ധിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള സമഗ്ര ആവശ്യങ്ങൾ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉന്നയിക്കാൻ തന്നെയാണ് സംസ്ഥാനത്തിന്റെ തീരുമാനം. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനുകൂലമായ ഒരു പ്രതികരണം കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് KV തോമസ് പങ്കുവച്ചതും. പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ തന്നെ ഈ വിഷയം ചർച്ചയായിരിക്കുന്നു. ഒപ്പം തന്നെ നിയമ പോരാട്ടവും നടക്കുന്നുണ്ട്. ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് തന്നെ അനുകൂലമായ ഒരു സമീപനം ഈ വിഷയത്തിൽ കേന്ദ്രത്തിൽ നിന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് കേരളം. പ്രജിൻ, ക്രിസ്റ്റീന.